തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം. പ്രധാന സാരഥികളായ തിരുവമ്പാടി പാറമേൽക്കാവ് ക്ഷേത്രത്തിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റം നടക്കുക. പൂരത്തെ പൂർണ്ണമാക്കുന്ന ഘടക ക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ പൂരക്കൊടികൾ ഉയരും. പല ക്ഷേത്രങ്ങളിലും രാത്രിയിലാണ് കൊടിയേറ്റം. പൂരവിളംബരവുമായി മെയ് 5 രാവിലെ 9 കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നട തുറക്കും. 6 പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. 7 ഉപചാരം ചൊല്ലി പിരിയും. ലാലു കാർത്തിയായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടക്കുക. രാവിലെ മുതൽ പാറമേക്കാവ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിക്കും. സിംഹരൂപം ആലേഖനം ചെയ്ത കൊടിക്കൂറയാണ് പൂരത്തിന് തുടക്കം കുറിച്ച് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഉയർത്തുക. സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും മെയ് 4 നടക്കും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ബുധൻ പകൽ 11 11:30 ഇടയ്ക്കും പാറമേൽക്കാവിൽ പകൽ 12:30 കൊടിയേറ്റം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂജയ്ക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാരമ്പര്യ അവകാശികളായ താഴത്തുപുത്തൂർ സുന്ദരൻ സുഷിത്തും കൊടിമരം ഉയർത്തും. പൂജിച്ച കൊടിക്കൂറ മേൽശാന്തി ദേശക്കാർക്ക് കൈമാറും. തുടർന്ന് കൊടിമരത്തിൽ ചാർത്തി ദേശക്കാർ ഉപചാരപൂർവ്വം കൊടിമരം നാട്ടി കൂറ ഉയർത്തും. പകൽ 3 ക്ഷേത്രത്തിൽ നിന്നും പൂരപ്പുറപ്പാട് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. 3:30 നായ്ക്കറനാലിലും നടുവിലും പൂരപതാകകൾ ഉയരും. പാറമേക്കാവിൽ വലിയ പാനിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് ദേശക്കാർ കൊടി ഉയർത്തും. പരമ്പരാഗത അവകാശി കുട്ടനാശാരിയാണ് കൊടിമരം ഉയർത്തുക. ക്ഷേത്ര സമുച്ചയത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും പൂരക്കൊടി ഉയരും. 5 ആനകളും മേളവുമായി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റും. കിഴക്കോട്ട് അനിയന്മാരാർ മേൽനോട്ടം വഹിക്കുന്ന മേളത്തിന് തുടക്കമാകും. അതിനുശേഷം വെടിക്കെട്ടും നടക്കും. കണിമംഗലം, പനക്കുന്നുപിള്ളി, ചെമ്പുകാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട് കാവ്, അയ്യന്തോൾ, നെയ്ക്കാവ് എന്നീ ഘടകക്ഷേത്രങ്ങളിലും ബുധനാഴ്ച കൊടിയേറും. അതേസമയം ഇപ്രാവശ്യം തൃശൂർ പൂരത്തിന് ആനപ്രേമികളുടെ ഹരമായ കൊമ്പൻ തെച്ചിക്കോട് കാവ് രാമചന്ദ്രൻ എത്തും. ഇക്കുറി ചെമ്പുകാവ് ശ്രീ കാർത്തിയായനി ഭഗവതിയുടെ തിടമ്പാകും തെച്ചിക്കോട് കാവ് രാമചന്ദ്രൻ ഏറ്റെടുക്കുക. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്ന തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ കഴിഞ്ഞ വർഷം നെയ്ത്തിലക്കാവ് അമ്മയുടെ തിടമ്പാണ് ഏറ്റിയത്. ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും തിരക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ട് ഇത്തവണ തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ പൂരത്തിന് എത്തില്ലെന്നും തെച്ചിക്കോടുകാവ് ദേവസ്വം അറിയിച്ചിരുന്നു. എന്നാൽ പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ചാണ് തെച്ചിക്കോടുകാവ് രാമചന്ദ്രനെ പൂരത്തിന് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പൂരവിളംബരത്തിൽ നിന്നും ആനയെ മാറ്റിയിരുന്നു. കഴിഞ്ഞ 2 വർഷം മാത്രമാണ് പൂര ദിവസം തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ എത്തിയത്. അതിനുശേഷം തലേന്ന് നടക്കുന്ന പൂരവിളംബരത്തിലാണ് എത്തിയിരുന്നത്. 5 വർഷം തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുരം നട തുറന്നിട്ടാണ് തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നത്. പിന്നീട് ഇത് എറണാകുളം ശിവകുമാറിലേക്ക് മാറ്റിയതോടെ നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റാനാണ് തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നത്.